അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്ലീസ് കുരുവട്ടൂർ തറീഖത്തുകാരെ CKM സക്കാഫി ഉസ്താദിൻ്റെ വോയിസ് വീഡിയോ ആക്കി വിട്ടിക്കുകയാണ്. എന്താ കാരണം? പിന്നെ CKM സക്കാഫി ഉസ്താദ് ഗുണ്ടായിസാണ്. ഗുണ്ടായിസം, തെറി പറയലും ഭീഷണിയൊക്കെ കുഞ്ഞായ്മതിനെ കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താ ഇവർ പറയണത്? അല്ലേ ഇവക്കൊന്ന് ഒന്ന് കണ്ടുകൂടെ നിങ്ങൾക്ക് വട്ടൂരിയാളെ? നിങ്ങളുള്ള നേരം വേറെ വലുത് നോക്കിക്കളി. നിങ്ങൾ കുഞ്ഞാമീൻ്റെ ഒക്കെ ഒന്ന് കേൾക്കും. കുഞ്ഞാമീൻ്റെ അത്ര തെറിയും ഗുണ്ടായുസൊന്നും വേറൊരാൾക്കുള്ള ഒരു ഡോസിന് ഞാൻ വേണമെങ്കിൽ ഡസക്കണക്കിനുണ്ട്. രണ്ടെണ്ണമൊക്കെ കേട്ട് നോക്കി കുഞ്ഞായ്മ പറയണത്. അയൽക്കൊന്നും സക്കാത്ത് കൊടുക്കാനൊന്നും CKM സക്കാഫി ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇനി CKM സക്കാഫി ഉസ്താദിൻ്റെ ഫുള്ളായിട്ട് ഞങ്ങൾ കേൾപ്പിക്കണമുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് കേൾക്കും കുഞ്ഞായ്മീൻ്റെ. സൈബർ പോരാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം. ആര് പറഞ്ഞു? അൻവരി ഉസ്താദ്. കേട്ടില്ലേ? എരപ്പാളികളെ ആരായി പറയണത്? തെറിയൊരു കുഞ്ഞായ്മത്. ഇതിൽ വേറെ രസമുണ്ട് കേട്ടോ. കിതാബിൽ തിരുമറി നടത്താൻ ഈ ഇബ്ലീസ് തറീഖത്തിൻ്റെ 3 പ്രഭാഷകരാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിൽ കിതാബിൽ പിന്നെ തിരുമറി നടത്താൻ നൗഷാദും, തെറിയും ഗുണ്ടായുസും പ്രസംഗിക്കാൻ ആര്? തെറിയൂർ കുഞ്ഞായ്മതും, കോമാടൻ്റെ വിഷയങ്ങൾ പറയാൻ അളിയൻ സമതും. ഇതന്നെ ഉള്ളു തീര്. ഈ ഒരു സംഭവം നടക്കുള്ളൂ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ്. ഇനി ഒന്നുകൂടി കേട്ടോക്കി. ബഹുമാനപ്പെട്ട പേരോട്സ്ഥാനും പൊന്മുളസ്ഥാനും ഒക്കെ പറയണുണ്ട്. പേരോട്സ്ഥാന് പറഞ്ഞൊന്നും കേട്ടോക്കി, പൊന്മുളസ്ഥാന് പറഞ്ഞൊക്കെ ഉണ്ട്. ആദ്യം ഇതൊന്ന് കേട്ടോക്കി. നിഴൽവാദിയായ പേരോട്ടുകാരൻ ബുഖ്താനി മൗലവി ശൈത്താനി മുസ്ലിയാർ. കേട്ടില്ലേ? ഇത് പിന്നെ അരികോട് എന്ന് പറഞ്ഞാണ്. നമ്മളെ ഖലീൽ തങ്ങളാപ്പാൻ്റെ കടലുണ്ടിന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞായ്മത് തെറിയൂര് അങ്ങനെ പറയണേ. ഇയാൾക്കൊന്നും സക്കാത്ത് കൊടുക്കാനൊന്നും സക്കാഫി ഉസ്താദ് പറഞ്ഞിട്ടില്ലടോ. ഇനി നിങ്ങൾ കേൾക്കണോ? ഒന്നും കൂടി കേട്ടോ നോക്കി. നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ ചെറിയ കുടിക്കലൊന്നല്ല പെട്ടിട്ടുള്ളൂ. നിങ്ങൾ കുഞ്ഞിരായും കുടിക്കലാ കുടുങ്ങി. നിങ്ങൾക്ക് ഇനി മേപ്പെട്ടക്കും പറ്റൂല, താഴത്തേക്കും പോകില്ല. നിങ്ങൾ കുടുങ്ങണ്ട സ്ഥലത്ത് നിങ്ങളെ കുടുങ്ങേണ്ട സാധനം കുടുങ്ങിയിട്ടുണ്ട്. എത്തപ്പാ പറഞ്ഞത് കുഞ്ഞായ്മ? ഇതാണ് കുഞ്ഞായ്മത് തെറിയൂര്. ഇതിനൊന്നും കവച്ചു വെക്കാനൊന്നും ആരുമില്ല. ഇതൊരു മുതലാണ്. തെറിയും പറയും, പിന്നെ ഗുണ്ടായുസം എല്ലാ അതേ അറിയുള്ളൂ. ഒച്ചട്ട് പറയും. 2 നേരമ്പ് ഇവിടെ ഇങ്ങനെ പൊന്തിച്ചു നോക്കോണ്ടി നിങ്ങൾ. അത്രേ ഉള്ളൂ. ഇതിനതേ നടക്കുള്ളൂ. ഇനി പിന്നെ സംഭവം CKM സക്കാഫി ഉസ്താദിനെ കഴിഞ്ഞ 2025 ജൂൺ 24 ചമ്മാട് നടന്ന പരിപാടി. എന്തേ വട്ടൂരിയാളെ യൂട്യൂബ് നിങ്ങൾ ആ വീഡിയോ മൊത്തം കളഞ്ഞത്? ആദ്യം കുഞ്ഞാമീൻ്റെ പ്രഭാഷണത്തിൽ CKM സക്കാഫി ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്തത് കട്ട് ചെയ്തു. ഇപ്പം മൊത്തത്തിൽ കളഞ്ഞു അല്ലേ? അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കിട്ടും. എന്താ പറഞ്ഞത് കുഞ്ഞായ്മ? പൊടുപ്പത് കിട്ടുന്നോ? പൊടുപ്പത് ചിലപ്പോൾ കുറച്ച് കിട്ടും. അത്രയും മോശമാക്കിയിട്ട് അവിടെ CKM സക്കാഫി ഉസ്താദിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ വീഡിയോൻ്റെ കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം സാമ്പിളൊന്ന് കേട്ട് നോക്കി. അത് ശ്രദ്ധിച്ച അവിടെ അറിയാം. ഒരു ഉളുപ്പില്ലാത്ത കൗമ്, ഒരു തലയും വാലും ഇല്ലാത്ത ടീം, അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ്, ഹിദായത്താണ്. അവിടെ കട്ടായി പോയി. ആ കട്ടായി പോയത് എന്തേനു? CKM സക്കാഫി ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്തതായിരുന്നു. അത് ആദ്യം കട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? മൊത്തത്തിൽ യൂട്യൂബിൽ നിന്ന് പരിപാടി തന്നെയാണ് കളഞ്ഞു. ആ വീഡിയോ മൊത്തത്തിൽ കളഞ്ഞു ഇല്ലേ? അതാ പറഞ്ഞത്. അത് നല്ലോണം തെറിയൂര് പറയുന്നുണ്ട്. അവിടേക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ എന്തില്ല? CKM സക്കാഫി ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇനി CKM സക്കാഫി ഉസ്താദ് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാനിപ്പോൾ കേൾപ്പിച്ചുതരാം. നിങ്ങളതൊന്ന് കേട്ടോക്കി. എടാ ലക്ഷണം കെട്ട എരപ്പാളി കുഞ്ഞുമാൻ്റെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്ക്. ഞങ്ങളൊക്കെ തൽക്കാലം ക്ഷമിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് പറയാനറിയാത്തോണ്ടല്ല. ഞങ്ങളെ പ്രവർത്തകർ പലരും ക്ഷമിച്ച് നിൽക്കണമെന്നുണ്ടോയെന്നറിയോ? ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ വിടുന്ന വോയിസുകൾ അല്ലെങ്കിൽ ഞങ്ങളെ സംസാരങ്ങൾ പലപ്പോഴും പല ആളുകൾ വീഡിയോ ആക്കി വിടുന്നത് ഇത് കേട്ടിട്ട് ഞങ്ങൾ ഉസ്താദുമാരെ കൊണ്ട് നിരന്തരം ഉപദേശിക്കുക. സഖാഫി പറയല്ലേ, അങ്ങനെ പറയരുത്, ആ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ പലരും ഞങ്ങൾ PM വന്നിട്ട് നല്ല നിലക്ക് ഉപദേശിക്കുകയാണ്. നമ്മൾ അങ്ങനൊന്നും പറയേണ്ട, ഐറ്റിങ്ങളോട് പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ട്. ഇല്ലെങ്കിൽ ഈ എരപ്പാളി ലക്ഷണം കെട്ട പഹയ
ഒരു കാര്യം ആലോചിച്ചോ, ഞങ്ങളെ പ്രവർത്തകരെയോ സുന്നത്യമായത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെയോ ഇജ്ജെങ്ങാനും എന്തെങ്കിലും ചലച്ചു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയണതുണ്ടല്ലോ, ആ പറയണതിന് സക്കാത്ത് കൊടുക്കാൻ പോലും തികയൂല ഇജ്ജിങ്ങോട്ട് പറയണത്. പള്ള നിറച്ചങ്ങോട്ട് കിട്ടും. എൻ്റെ സുലൈമാൻ്റെ അടക്കം, ബീരാൻ്റെ അടക്കം, കോമാട്ടിച്ചാലിൽ അബ്ദുള്ള കള ഷെയ്ത്താനടക്കം, വേറെ ഏതൊക്കെ ഇബ്ലീസിൻ്റെ അണികളായിട്ട് വന്ന ഷെയ്ത്താന്മാരുണ്ട്, എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ. പരസ്യമായിട്ട് തൊഴിയൊരുക്കും. ആലോചിച്ചോളിണ്ടേ. പിന്നെ ഞങ്ങളെ പിന്നെ ഇവിടെ വന്ന് കണ്ടെന്ത് ചെയ്ത് ഞങ്ങളെ മഷായിഹമാർ തെറി പറഞ്ഞു, ഞങ്ങൾ കാലഘട്ടത്തിൻ്റെ മഷായിഹമാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിലക്കാൻ നിൽക്കരുത്. പള്ള നിറച്ചല്ലേക്കാരം കിട്ടുക. എനിക്ക് പള്ള നിറച്ചും അതിൻ്റെ പിന്നെ കുറച്ചും കൂടെ അല്ല, എനിക്ക് കൊണ്ടുപോകാൻ മാത്രം കിട്ടും. എൻ്റെ കുടുംബത്തിൽ കിടക്കും കൊണ്ടുപോകാൻ മാത്രം കിട്ടും. ആലോചിച്ചോളിണ്ടേ. ഏരപ്പാടി ഇതൊക്കെ സുന്നത്യമായിട്ട് പറയാൻ നടക്കണില്ലേ? ഈ മഷായിഹമാരെ മാർഗം പറയാൻ നടക്കണില്ലേ? ഇങ്ങോട്ട് വാ. ഇതാണ് CKM സക്കാവിസ്താവ് പറഞ്ഞ വോയിസ്. ഇതൊന്ന് കുഞ്ഞായ്മ പറഞ്ഞിങ്ങനെ സക്കാത്ത് കൊടുക്കാനല്ല ഇബ്ലീസ് തറീക്കത്തുകാരെ. നിങ്ങൾ അത് മനസ്സിലാക്കിയും എഡിറ്റ് ചെയ്ത് വിടുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയും ആദ്യം കുഞ്ഞായ്മീൻ്റെയൊക്കെ ഒന്ന് കേൾക്കുകയും കേട്ടോ. ചെറിയൊരു കുഞ്ഞായ്മീൻ്റെ അവിടേക്കൊന്നും സക്കാത്ത് കൊടുക്കാനൊന്നും ഇവിടെ ഞങ്ങൾ ആരും ആയിട്ടില്ല. അതിന് കുഞ്ഞായ്മേനെ തെറി പറയുക, ഭീഷണിപ്പെടുത്തുക, ഇതിന് തന്നെ കുഞ്ഞായ്മീനെ കഴിയുള്ളൂ. അത് കുഞ്ഞായ്മീനെ കഴിഞ്ഞിട്ട് തന്നെ വേറെ ആൾക്കാരുള്ളൂ. അപ്പം എന്നാൽ ശരി എന്നാ.